हाँ वो इधर नहीं है. നമ്മളിവിടെ വന്നാൽ നിക്കോളാസിനെ കാണില്ല. ഇവിടെ വരുന്നതിനടുത്ത് വരെ പുള്ളി നമ്മളും ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിയെ കാണുന്നില്ല. പുള്ളി ഇപ്പം നമ്മൾ വന്നിട്ട് ഇപ്പം 2 മണിക്കൂറിലായി. പുള്ളി ഈ പരിസരത്തെങ്ങും കാണുന്നില്ല. ഫോൺ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് റിങ് ചെയ്തു. പിന്നെ വിളിച്ചപ്പോൾ റിങ്ങും ചെയ്യണില്ല. പുള്ളി തിരിച്ചും വിളിച്ചില്ല. പുള്ളി എവിടെ നിന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ വറീഡായിട്ട് പുള്ളി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഏത് വഴിക്ക് പോയെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. തിരിച്ച് താഴോട്ടുള്ള വഴിക്ക് വല്ല ഇറങ്ങിപ്പോയോ അതോ മേലോട്ട് പോയിട്ട് വേറെ വല്ല ക്യാമ്പിലും പോയോ എങ്ങോട്ട് പോയെന്നൊരു ഐഡിയയും കിട്ടണില്ല. ഇപ്പം എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നമ്മുടെ ഇഷ്യൂ നിക്കോളാസ് എവിടെയെന്നുള്ളതാണ്. നിക്കോളാസിനെയാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് റീല് വീഡിയോ പെരടിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നിക്കോളാസിനെ കാണാത്ത ടെൻഷനിൽ ഇപ്പം തൽക്കാലം അതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ച്. നിക്കോളാസിനെ കിട്ടി. ഒരു 2 മണിക്കൂറിന് ശേഷം നിക്കോളാസിനെ കണ്ടെത്തി. മേലെ ഏതോ ക്യാമ്പിലുണ്ടെന്നാണ് പറയുന്നത്. എവിടെ കിട്ടി? ഫോട്ടോ കിട്ടിയ ആളുടെ അല്ല, പുള്ളി തന്നെയാണോ കൺഫേം ചെയ്തോ? ചിലപ്പോ വലിച്ചാലേ പറയാൻ പറ്റില്ല. അല്ല, മേലെ വല്ല ക്യാമ്പ് സൈറ്റിലാ? ക്യാമ്പ് സൈറ്റ് ഉണ്ട്. അതിലേതൊരു ചായപ്പൊടി ഇരിക്കുന്നതാണ്. എന്നിട്ട് നോക്കാന്നൊക്കെ ഒരു കൺഫേം ചെയ്യാണ്. ആളെ നോക്കി ഫോട്ടോ നോക്കി പുള്ളി ഐഡന്റിഫൈ ചെയ്യാണ്. ആള് ശരിക്കും നിക്കോളാസ് തന്നെ ആണോന്ന്. എടാ പുള്ളി തന്നെയാണെന്നാ പറഞ്ഞത്. നിക്കോളാസ് ഒരു സിഗരറ്റ് കുടിക്കാൻ കണ്ടില്ല. ഏതായാലും പുള്ളിയെ പോയി കണ്ടിട്ട് വരാം. എനിക്ക് ദേഷ്യം വരാറില്ല. ഞാൻ വരാം. നമ്മൾ നിക്കോളാസ് നോക്കി പോവാണ്. ഇൻ സെർച്ച് ഓഫ് നിക്കോളാസ് റെസ്ക്യൂ ഓപ്പറേഷൻ. ആനന്ദേട്ട മണ്ടയ്ക്ക് മലമണ്ടയ്ക്ക് വരെ പോയിട്ട് പുള്ളി അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, തിരിച്ചു വന്നു. സ്റ്റാമിന അല്ലേ? അപ്പുറത്തെ മല അങ്ങോട്ട് നോക്കിയേ. അപ്പുറത്തെ മല അങ്ങാണ്ടാണ് പോയിട്ട് പറഞ്ഞു പുള്ളി. പോയി വന്നേക്കാ നിക്കോളാസിനെ തപ്പിയിട്ട്. നിക്കോളാസിന്റെ പൊടി പോലില്ല. നിക്കോളാസിനെ ഇപ്പൊ കിട്ടിയപ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിക്കോളാസ് ജുദാക്കത്തല. നമ്മൾ ഇന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നേക്കും. എന്റെ പൊന്നി നിക്കോളാസിനെ കൊണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഓരോ പേര് വെസ്റ്റ് ഇൻഡീസ് കളിക്കാരില്ല, ആ പേര് തന്നെയാണ് പുള്ളിക്കേണ്ടത്. LSG ക്യാപ്റ്റൻ അല്ലെങ്കിൽ LSGയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, വെസ്റ്റ് ഇൻഡീസ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഉണ്ട് നിക്കോളാസ് പി. പുള്ളി പേര് അനർത്ഥമാക്കാണ്. എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ പുള്ളി അങ്ങോട്ട് പോയിട്ട് വരണുണ്ട്. വരുമ്പോ നമുക്ക് പരിചയപ്പെടാം. അല്ല, കാണിക്കാം. പുള്ളി ഇവിടുന്ന് 2.5 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് തിരിച്ച് 2.5 കിലോമീറ്റർ 5 കിലോമീറ്റർ നടന്നു. പ്രാന്ത് നിൽക്കാണ്ട് എന്താ പറയുന്നത്. നാളെ പുള്ളിക്ക് ഫുള്ള് ഇറങ്ങാൻ വയ്യെന്നാ പറഞ്ഞത്. പുള്ളിയുടെ എനർജി പോകുന്ന പറഞ്ഞു. ഇന്ന് പുള്ളി നമ്മളെക്കാട്ട് ഡബിൾ നടന്ന്. വരട്ടെ നോക്കാലോ നമുക്ക്. നിക്കോളാസിനെ കിട്ടി നമുക്ക്. എവിടെയാണോ ഇപ്പൊ ശരിക്കും നിക്കോളാസിനെ കിട്ടി. നമ്മൾ മുമ്പേ നിക്കോളാസിനെ അന്വേഷിച്ച് ആ മണ്ട വരെ പോയി. പക്ഷെ അവിടുന്ന് ഒന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ചു വരുന്നതൊക്കെ ഒരു റീലൊക്കെ എടുത്ത് നമ്മൾ വരികയായിരുന്നു. എന്നിട്ട് നമ്മുടെ കൂടെയുള്ള അന്വേഷിച്ച് പോകായിരുന്നു അങ്ങോട്ട്. അപ്പൊ നിക്കോളാസിനെ കിട്ടിയെന്നാണ് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പെല്ലാം ആഹ്ലാദ ചിത്തരായിരിക്കുന്നു നിക്കോളാസിനെ കിട്ടിയതിൽ. കിട്ടിയോ ശരിക്കും? കാണുന്നില്ലല്ലോ. ഒന്ന് താഴെ പോയി കൺഫേം ചെയ്യുന്നതായിരിക്കും. നമ്മളൊന്ന് താഴെ പോയി കൺഫേം ചെയ്യുന്നതല്ല തോന്നുന്നു നിക്കോളാസിനെ കിട്ടിയല്ലോ. അത് നിക്കോളാസിനെ പോലെ മുമ്പേ നമ്മൾ അന്വേഷിച്ചു പോയപ്പോ വേറെ ആരാണ്ടായിരുന്നു പുള്ളി കണ്ടത്. കിട്ടിന്ന് എല്ലാരും പറഞ്ഞോട്ടോ. കൺഫേം ആയി. നമുക്ക് താഴെ പോയി നോക്കാം. ഗുയിസ്, നിക്കോളാസ് തിരിച്ചു വന്നിരിക്കുകയാണ്. നിക്കോളാസ് ഈസ് ബാക്ക്. നമുക്ക് താഴെ പോയി കാണാം നിക്കോളാസിനെ. നിക്കോളാസിന്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. നിക്കോളാസ് ഏതൊക്കെ ചുറ്റി കറങ്ങി അടിച്ചാണ് ഇപ്പൊ ഏതൊക്കെ കുണ്ടാൻ വേണ്ടി പോയിട്ടാണ് നിക്കോളാസ് വന്നത് നമുക്കറിയാം. ഇപ്പൊ നിക്കോളാസ് പറയും, എടാ ഞാൻ അതുവഴിയൊക്കെ പോയപ്പോൾ അങ്ങനെ ആയി പോകണമെന്നൊക്കെ നിക്കോളാസ് പറയും. അതൊക്കെ കേൾക്കാം. നിക്കോളാസ് തിരിച്ചു വന്നിരിക്കുന്നു. മകനെ മടങ്ങി വരൂ. നിക്കോളാസ് നമ്മളെയൊക്കെ ഡബിൾ ട്രക്ക് ചെയ്തിട്ട് വരുന്ന ആളാണ്.
അങ്ങ് വരെ പോയോ ശരിക്കും? കേദാർഗന്ധ വരെ പോയോ? അല്ല ജുഡക്കത്താല് പോലെ പോയോ? തെന്നിയൊക്കെ വീണാ? തടാകത്തിന്റെ റൂട്ടിലെ പോയത് വേറെ ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. എന്താണ് ഉണ്ടായത് പറയൂ. ഇന്ത്യ വൺസിനോ കഥ പറയൂ വാ എല്ലാവരും. പുള്ളിയൊന്ന് ഇരിക്കട്ടെ അവിടെ. ചായ ഇരുന്നോ. ഗ്ലൂക്കോസ് വെള്ളം എടുക്കട്ടെ. ചായ ആകറായി. നിക്കോളസ് ഭായ് ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഫുഡൊക്കെ കിട്ടിയായിരുന്നോ? കഥ പറയാം, എല്ലാ കഥയും നിക്കോളസ് ബാഗ് നിങ്ങളുടെ സ്നേഹമാണ്. ആ വീഡിയോ അല്ല കോള് വരെ വന്ന് ഇന്ത്യ ഒരു 3-4 കോള് വന്നിട്ട് നാട്ടിലുള്ള ഫോണിലാ നമ്മള് വിളിച്ചെന്ന്. വീണത് പുള്ളി ചെളിയൊക്കെ ആയിട്ടാ വന്നേ. ആകെ ചള്ളം ചെളിയും. നല്ല കറുത്ത ഡ്രസ്സൊക്കെ കൊണ്ട് പോയ മനുഷ്യനാ. സോറി ആർക്ക് സോറി? ഞങ്ങൾക്ക് സോറിയും വേണ്ടത്. ആര്? പിന്നെ താഴേക്കിറങ്ങി അവിടെ നിങ്ങടാടാ, അങ്ങോട്ടല്ല. പറയൂ. അവിടെ വരുമ്പോ ആ മണ്ടത്തെ ക്യാമ്പ് പോലെ താഴത്തെ ക്യാമ്പ് വരെ തപ്പി. വിളിച്ചു റെസ്ക്യൂ മിഷനുള്ള പിന്നെ ഫുള്ള് ചള്ളം ചെളിയായിട്ടാണ് വന്നത് കേട്ടാ. ഇതിന്റെ ടോപ്പ് വരെ പുള്ളി ഞാനൊപ്പം ഇരിക്കാൻ പറ്റില്ലല്ലോ. നടന്നോണ്ടിരിക്കുക. ഇവിടെ എത്തിയിട്ട് നിന്നില്ല. ഇല്ല അതെപ്പോ ഇവനെ കാരണക്കാരൻ. അപ്പൊ ഷെരീഫ് തന്നെ. ബാക്കി പറഞ്ഞിട്ട് അപ്പൊ ഞാന് പിന്നെ ഇറങ്ങി ലാസ്റ്റ് ആരും കാണാനില്ല. എങ്ങനെയാണ്? ലാസ്റ്റ് ഒരു പട്ടി മാത്രം ഞാൻ. അപ്പൊ ഞാൻ പട്ടി കുറെ നേരം എന്റെ അടുത്തോടെ ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോ ഈ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക്. ഒരു വെള്ളമാണെങ്കിൽ കുച്ചിട്ട് വെള്ളം കഴിഞ്ഞു. ദാഹിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ക്യാമ്പ് എത്തണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ പട്ടി എന്നെ കുറെ നേരം എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിട്ട് ഉറുക്കോന്ന് പറയുമ്പോ പട്ടി ഉണ്ട്. അപ്പൊ മാറ്റി വെച്ചു. ഇവന് മാറ്റി വെച്ച ബിസ്ക്കറ്റ് ഞാൻ ഉണ്ടായിരുന്നു. അല്ല ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ 5-6 ഇട്ടു. അന്ന് ഞാൻ ഒരു പട്ടിക്ക് മാറ്റി വെച്ച ബിസ്ക്കറ്റ് ആയിരുന്നു, വേറെ പട്ടിക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ നടക്കാണ്. അപ്പൊ ബേസ് ക്യാമ്പ് കാണുന്നു. അപ്പൊ സന്തോഷായി, മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഓട്ടോമാറ്റിക് ആയിട്ട് സ്പീഡിൽ നടന്നു. നമ്മുടെ ഇതൊന്നുമില്ലല്ലോ. അവിടെ എത്ര ഓർമ്മയുണ്ടായുള്ളൂ. വല്ലാരും പടക്കം ചെളിയായത്. അതല്ല, ഞാൻ നോക്കുമ്പോ എനിക്ക് ബോധമൊന്നും ഉണ്ടായില്ല. ഞാൻ സ്വർഗത്തിലേക്ക് വിചാരിച്ചു. അവസ്ഥ പറയുമ്പോഴാണ് ചുറ്റും ആൾക്കാർ എന്റെ കൂടെ. അപ്പൊ അവര് പറഞ്ഞു ഒരു ബോഡി താഴ്ത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ടീം എവിടെ? എനിക്ക് ആകെ ഹിമാലയ മാത്രമേ അറിയുള്ളൂ. ബാക്കി എല്ലാത്തിനും ഹിമാലയ വേറെ പേരാണോന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങള് മോളിലത്തെ ബേസ് ക്യാമ്പ് പോയില്ലല്ലോ, ഈ ബേസ് ക്യാമ്പിൽ നിൽക്ക്, താഴത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അത് പറ്റില്ല, ഞാൻ ഇവിടെ നിൽക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി മോളിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുട്ടാവും. അപ്പോഴേക്കും ഇവിടുന്ന് കുറെ പേര് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 3-4 പേര്, ഒരു 5 പേര് നിങ്ങൾ അന്വേഷിച്ച് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വഴി പോണവരൊക്കെ എന്നെ താഴെ വന്നിട്ട് പറയട്. അപ്പൊ അവര് പറഞ്ഞു വേണമെങ്കിൽ ഒരു കോർഡിനേറ്റർ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് പറഞ്ഞു വേറെ ഒരു 3 ടീം ഉണ്ടായിരുന്നു, സോളോ പോലെ നടക്കണ റൈഡ് ചെയ്യണ ആൾക്കാര്. അവര് 3 പേര് പിന്നാലെ പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം എനിക്ക് റൂട്ട് എനിക്കറിയാലോ. അതുകൊണ്ടാണ് അവര് പോയത്. അപ്പൊ മറ്റേ
മറ്റേ ടീം പറഞ്ഞു സാങ്ക്രി വഴി, സാങ്ക്രി അല്ല മറ്റേ ആ ഇത് വഴി നീ മറ്റേ ബേസ് ക്യാമ്പിൽ പോയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പോണില്ല, ഞാൻ കാശ് കൊടുത്തത് കൊണ്ട് ഞാൻ തിരിച്ചു കയറുന്നത്. പിന്നെ അല്ല പരാജയം ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഒരു അര കുപ്പി വെള്ളം വെള്ളമല്ല ഒഴിക്കല്ല, സാധാ വെള്ളം ഒഴിച്ചു. പിന്നെ എന്റെ എനർജി ഫുള്ളും നഷ്ടപ്പെട്ടു. അപ്പൊ ഞാന് ഡെക്കാളത്തോടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓ അതിന് ഓരോന്ന് പതുക്കെ കഴിച്ചു. ബാക്കിയൊന്നും ഇല്ല ബാഗില്. പക്ഷെ ഈ സാധനം ഇല്ലാണ്ടല്ലേ ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അവരും ചീത്ത പറഞ്ഞു, നിങ്ങൾ എന്താണ് ഒരാളോടെ മോളിക്ക് പോണെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു വലിയ പരിക്കുകളോടും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് നനഞ്ഞിട്ടുണ്ട്. എടാ വന്ന ആളുകളുടെ കൂടെ വന്നേ, 3 പേര് വന്നതിന്റെ കൂടെ നനഞ്ഞിട്ടുണ്ടോ? ഉള്ളിൽ നനഞ്ഞിട്ടുണ്ടോ? അവിടെ നോക്കിയാൽ തൊട്ട് നോക്കിയാൽ നനച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പുള്ളി തിരിച്ചു വന്നു. നിക്കോളാസ് അതൊക്കെ ചുറ്റി അടിച്ച് കറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളിട്ട് ടൈം എത്തിയില്ല എന്ന് പഠിച്ചില്ലേ, അപ്പൊ എനിക്ക് വീണ്ടും ഹാപ്പി ആയി. തിരിച്ചറിയാൻ പറ്റില്ലോ. ഇതൊക്കെ നടന്നത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇവിടെ വന്നപ്പോ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴി അറിയാമായിരുന്നു ക്യാമ്പിലോട്ട് വരാന്. ഒരൊച്ചും ബഹളം കേട്ടു. പിന്നെ ഞങ്ങൾ അതാണ്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും മോളിൽ പോയാണ്. അങ്ങനെയാണെന്ന് കണ്ടുപിടിയാലും ഞാൻ നോക്കി അഥവാ എത്തിയിട്ടില്ലെങ്കിൽ മേലെത്തി ആനന്ദമായിട്ട് ചെടി പിടിച്ച് വീണ്ടും ഞങ്ങള് 3 റൗണ്ട് ഇതിന്റെ മേലെ കയറി, ഇവർ 1 റൗണ്ട് കയറി, 4 റൗണ്ട് അത്. അയാളൊന്ന് വേണ്ടിമാതിരി കണ്ടാണ്. നമ്മളൊന്നും കാണണ്ടേ, നമ്മളെ നടന്നൊന്നും നടപ്പല്ലേ. കഴിച്ചെന്ന് കഴിച്ചാ ഞങ്ങള് നിന്റെ തന്തക്ക് തങ്ക വിളിച്ച് മതിയായി. നിക്കോളാസ് വേറൊന്നുമല്ല. നമ്പറില്ലേ ഓഫീസിലേക്ക് പോണ നമ്പർ അത് ഒരു തന്റെ എടുത്തില്ലല്ലോ അവിടെ. അവരെടുക്കാനും നന്നായി. സീനാണ്. പിന്നെ ഹെലികോപ്റ്ററൊക്കെ ഇറക്കാനവര്. റേഞ്ച് BSNL ഉണ്ട്. നമ്മൾ ടവർ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു കിട്ടാൻ വേണ്ടിട്ട്. അതിനത് വിട്. നിക്കോളാസ് വളരെ കഷ്ടപ്പെടാണെങ്കിൽ തിരിച്ചെത്തിയിരിക്കുന്നത്.